ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സ്റ്റാച്യൂവിലുള്ള നാരായണ ഭവൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഉച്ചയ്ക്ക് കയറി ലഞ്ച് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അടുത്ത് ഷോപ്പിങ്ങിന് വന്നപ്പോൾ. അപ്പോൾ അവിടെ മീൻ കറി, ചിക്കൻ, ബീഫ് അങ്ങനെ അതിലുള്ള എല്ലാ ഐറ്റംസും, ചട്ടിച്ചോറ്, പൊതിച്ചോറ്, ചട്ടിച്ചോറിൽ തന്നെ പല വെറൈറ്റീസൊക്കെ ഉണ്ടെന്ന് അവിടെ മെനു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കല്യാണ ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ബിരിയാണിയാണ്, ലോങ് റൈസാണ്, അതിൻ്റെ കൂടെ ഒരു ഗ്രേപ്പ് ലൈം കൂടെ കോംബോ ആയിട്ട് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയും കോംബോ ആയിട്ട് വരുന്നുണ്ട്. ഒരു ലെഗ് പീസാണ് കേട്ടോ ഉണ്ടായിരുന്നത്. കാണാൻ നല്ല പ്രസൻറ്റേഷനും കാര്യങ്ങളായിരുന്നു. ടേസ്റ്റ് വലിയ കുഴപ്പമില്ല, എന്നാലും ഭയങ്കര ഒരു ബിരിയാണി എസൻസ് ഫ്ലേവറൊന്നും നമുക്ക് തോന്നിയില്ല. ഒരു ഓക്കെ ഫീലായിരുന്നു. പിന്നെ കപ്പ ബിരിയാണി ആയിരുന്നു ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബീഫ് കപ്പ ബിരിയാണി, ഒരു മുട്ടയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നാണ് ബ്രദർ പറഞ്ഞത്. ഞാൻ പൊതുവേ വലിയൊരു ബീഫ് ലവർ അല്ല. പിന്നെ കപ്പ ബിരിയാണി ഞാൻ കഴിച്ചിട്ടുമില്ല, ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സംഭവമാണ്. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു വൈകിട്ടായപ്പോൾ അമ്മയും മോനും കൂടെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതായിട്ടോ. മണക്കാട് വഴി പോയപ്പോൾ അട്ടക്കുളങ്ങര എത്തിയപ്പോൾ ജിഗർദണ്ട കുടിക്കാനായിട്ട് നമ്മൾ ജിഗർദണ്ട ഷോപ്പിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. അവിടുന്ന് മോനൊരു ജിഗർദണ്ട മേടിച്ചു. ഞാനൊരു കരിക്കിൻ്റെ ഷെയ്ക്കാണ് കേട്ടോ മേടിച്ചത്. കൊണ്ടുവരാൻ നല്ല ടൈം എടുത്തായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ തന്നെ ടൈം പോയായിരുന്നേ. ഞാനെവിടെ പോയാലും കരിക്കിൻ്റെ ഷെയ്ക്കാണ് കൂടുതൽ വാങ്ങാറ് കേട്ടോ. അതിൽ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. ഇവിടെ മധുര സ്പെഷ്യൽ ജിഗർദണ്ടയാണ് കിട്ടുന്നത്. മുന്നേ ഞാൻ മധുരയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടുത്തെ കുടിച്ച അതേ ടേസ്റ്റിലെ ജിഗർദണ്ടയാണ് കേട്ടോ എവിടെയും കിട്ടാറുള്ളത്. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ. വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇവരുടെ വേറെ ഷോപ്പിൽ പോയി മുന്നേയൊക്കെ ജിഗർദണ്ടയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഷേക്ക് ടെൻഡർ കോക്കനട്ടിൻ്റെ അല്ലേ, അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അമ്മയും മോനും കൂടെ എപ്പോഴും കറങ്ങാനൊക്കെ പോവായിരുന്നു. ഇപ്പോൾ അതിനുള്ള ടൈം കിട്ടാറേ ഇല്ല കേട്ടോ. അപ്പോൾ സമയം കണ്ടെത്തി ഇന്നൊന്ന് ഇറങ്ങിയതാണേ. അങ്ങനെ നമ്മൾ സാൻഡ്വിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എത്തി. വെജിറ്റബിൾ സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു എല്ലാം. അവിടുത്തെ എല്ലാം നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. മുന്നേ സാൻഡ്വിച്ചൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഇപ്പോഴായിട്ടാണ് അതൊക്കെ വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയത് നേരെ തൈക്കാട് ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരു ഇടത് സൈഡിലോട്ട് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അവിടെ നിന്നാണ് കേട്ടോ. നമ്മൾ മുന്നേ എപ്പോഴും അവിടെ നിന്ന് തന്നെ വാങ്ങുന്നത്. ഇപ്പോൾ കുറച്ച് അങ്ങോട്ട് പോവേണ്ട അവസരം കിട്ടാറില്ല. അപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് പോയി അവിടെ നിന്ന് മേടിക്കാറുള്ളൂ. പക്ഷേ നല്ല മണമുള്ള ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേട്ടോ. അവിടെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അവിടെ നല്ല തേങ്ങ ആട്ടിയിട്ടൊരു കൊത്തുണ്ടല്ലോ, പിണ്ണാക്ക അങ്ങനെ എന്താ പറയത്തില്ലേ, അതൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ടൈം കിട്ടിയ സമയത്ത് എന്തായാലും അവിടെ പോയി വെളിച്ചെണ്ണ മേടിക്കാമെന്ന് കരുതി. അങ്ങനെ അവിടെ പോകുമ്പോഴേ, റോഡിൽ കൂടെ പോകുമ്പോഴേ നല്ല മണമാണ് കേട്ടോ അവിടെ വെളിച്ചെണ്ണയൊക്കെ ആട്ടുന്നതിൻ്റെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടത് മണക്കാട് ഉത്രമില്ലോട്ടാണ് കേട്ടോ. കൂരൊക്കെ പൊടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ, അതെടുക്കാൻ വേണ്ടി പോയതാണേ. അവിടെ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ വാങ്ങി നമ്മൾ കൊടുത്താൽ അവിടെ നിന്ന് തന്നെ പൊടിച്ചൊക്കെ തരും കേട്ടോ. എല്ലാ സാധനങ്ങളും, പലവ്യഞ്ജന ഐറ്റംസ് ആയാലും എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. തിരിച്ചെത്തിയപ്പോൾ അനിയത്തി കൊഴക്കട്ട ഉണ്ടാക്കി തന്നായിരുന്നു. മോള് അവലും തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട് അതുണ്ടാക്കിയായിരുന്നു. അത് കഴിഞ്ഞ് നൈറ്റ് എല്ലാവരുമായിട്ട് ഒന്നുകൂടി പുറത്തു പോവേണ്ടി വന്നു. ഹലോ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നേ, അത് വാങ്ങാൻ വേണ്ടി പോയതാണേ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നവർ ഉറപ്പായിട്ടും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.